പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. പ്രദേശവാസിയായ രാജുവാണ് പിടിയിലായത്. ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് എന്ന വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കേസിൽ പിടിയിലായവരുടെ എണ്ണം 4 ആയിരിക്കുകയാണ്. ഈ ബാറിൽ വിനേഷ് ഉണ്ടായിരുന്നു. അതായത് ഈ പ്രതികൾ ആദ്യം വിനേഷിനെ ബാറിൽ നിന്ന് ഇറങ്ങുന്നത് വഴിയാണ് മർദ്ദിക്കുന്നത്, വാണിയംകുളത്ത് വെച്ച്. അതിനുശേഷമാണ് പനയൂരിൽ വെച്ച് വീണ്ടും മർദ്ദിക്കുന്നത്. ആദ്യം വിനേഷ് ബാറിൽ ഉണ്ടായിരുന്നു എന്നത് ഫോട്ടോ സഹിതം ഈ പ്രതികളെ അറിയിച്ചത് രാജു ആയിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇതോടുകൂടിയാണ് ബാറിലെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് പോലീസ് ഇപ്പോൾ രാജുവിലേക്ക് എത്തിയിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ കേസിൽ ഇതുവരെ 4 പേർ പിടിയിലായി. ഒപ്പം തന്നെ ഈ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാളുടെ നേതൃത്വത്തിലാണ് വിനേഷിന് നേരെയുണ്ടായ ആക്രമണം കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി വിനേഷിന് നേരെ ക്രൂര ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസ് FIR-ൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി രാകേഷിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് വിനേഷിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചാണ്. വിനേഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇയാളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ 6 പേർക്ക് എതിരെയാണ് FIR-ൽ കേസ് എടുത്തിരുന്നത്. ഈ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നു. ഉന്മേഷ്, ശരി. ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.